എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ചിക്കൻ കറിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. വറുത്തരച്ച ചിക്കൻ കറി. ചിക്കൻ എല്ലാം ഒരു ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇതിന്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ചിക്കൻ ഒരല്പം നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾ, അല്പം ഉപ്പ്, പിന്നെ ചോപ്പ് ചെയ്ത കുറച്ച് കറി ലീവ്സ് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരല്പ സമയം ഒരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി. അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ. കറി വെക്കാനായിട്ട് ഞാനൊരു ചട്ടി അങ്ങോട്ട് വെച്ചു. മൺചട്ടിക്കകത്ത് വെക്കുന്നതാണ് എപ്പോഴും ഈ കറികളൊക്കെ ടേസ്റ്റ്. ചട്ടി ഒന്ന് ചൂടാകുന്ന ഉടനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പെരുംജീരകം ഇടാം. അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് കൊച്ചുള്ളി ഇടാം. നിങ്ങൾ ഉരുളക്കിഴങ്ങ് ഇടുന്നില്ല എങ്കിൽ ഈ സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഉരുളക്കിഴങ്ങ് ഒരുവിധം വലുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. അതിലൊരല്പം ഒന്ന് വിതറണം ഇങ്ങനെ. ഉരുളക്കിഴങ്ങിനകത്ത് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങാനാണ്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോയിട്ട് ചാറ് വല്ലാതെ കട്ടിയായിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുരട്ടി വെച്ചേക്കണം. അതിൻ്റെ വെള്ളം ഇറങ്ങിക്കോളൂ അതിനകത്തൊന്ന്. ഉള്ളി ഒരു പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കൊരല്പം ഉപ്പിടണം. ഉള്ളിയിൽ എരിയും ഉപ്പും പിടിക്കും. നമ്മൾ ഓൾറെഡി കുറച്ച് പെരുംജീരകം ഇട്ടത് കൊണ്ട് ആ ഗരം മസാലയുടെ ഒരു ഫ്ലേവറും വരും. ഗരം മസാലയുടെ മെയിൻ ഐറ്റം ആണല്ലോ പെരുംജീരകം. അതിനോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇടുക. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴലണം. ഈ സമയത്ത് അത് വഴലുന്ന സമയത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതായത് വറുത്തരച്ച കറിയാണല്ലോ. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന ഉടനെ അതിനകത്തേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് വറക്കാനായിട്ടുള്ള തേങ്ങ ചിരകിലിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് നമ്മൾ തീയലിനൊക്കെ വറക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണം, റോസ്റ്റാക്കി എടുക്കണം. ഈ ഉള്ളി ഇപ്പം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇടണം. പക്ഷേ ഈ ഉരുളക്കിഴങ്ങിന് ഇറങ്ങിയ വെള്ളം ഉണ്ടല്ലോ, അതൊഴിക്കാൻ പാടില്ല. പെട്ടെന്ന് പൊടിഞ്ഞ് പോകാതിരിക്കാനായിട്ടാണ് അതിനകത്ത് വെള്ളമൊക്കെ നമ്മളിഞ്ഞ് പുറത്തെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കും. ശകലം പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കനകത്ത് വെള്ളം മുഴുവൻ പുറത്തിറങ്ങണം. ഇതിനകത്തേക്ക് കുറച്ച് ചോപ്പ് കറി ലീവ്സും കൂടി ഞാൻ ഇട്ടു. അത് ഇട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി. ഇനിയും തീ വളരെ കുറയ്ക്കണം. ഫ്ലെയിം ഓഫ് ആകുന്ന ഒരു പോയിൻ്റില്ലേ, അപ്പോൾ അങ്ങനെ ഏറ്റവും കുറച്ച് തീയിൽ വെച്ചതിന് ശേഷം അല്പം പോലും ആവി പോകാത്ത ലിഡ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനകത്ത് വെള്ളം മുഴുവൻ ഒന്ന് പുറത്തിറങ്ങട്ടെ. ഈ തേങ്ങയും ഇങ്ങനെ നന്നായിട്ട് മൂക്കുന്ന ഉടനെ ആ തീ അങ്ങ് ഓഫ് ചെയ്യണം ആദ്യം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഇതിലേക്ക് ഒരു 2 ഏലക്ക ചെറിയ ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പു. ഒത്തിരി സ്പൈസ് ഇട്ടാൽ ഓവറായിട്ട് അങ്ങ് സ്പൈസായിട്ട് ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിലേക്ക് അല്പം പെരുംജീരകം, മുളക് പൊടി, അത് നമ്മുടെ എരി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. മല്ലിപ്പൊടി. ഇപ്പോൾ ഈ തേങ്ങയുടെയും ചട്ടിയുടെയും ആ ചൂടുണ്ടല്ലോ, ആ ചൂടിനകത്തുള്ള റോസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ തീ കത്തിച്ച് ഇത് റോസ്റ്റ് ചെയ്യണ്ട, പൊടി കരിഞ്ഞു പോയെങ്കിലോ. എന്നിട്ട് ഇതിനൊന്ന് തണുത്തിട്ട് വേണം നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് അധികം വെള്ളം ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോഴും വെള്ളം ഒട്ടും ഒഴിക്കരുത് അതിനകത്ത്. വെള്ളം ഫുൾ ഇറങ്ങട്ടെ. അതേ ഇതിൽ തന്നെ ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ അരപ്പ് തണുത്തിട്ടുണ്ട്. അതിനകത്ത് അല്പം ഉപ്പൂടെ ചേർത്ത് അത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ആ ചെറിയ തീയിൽ നല്ലതുപോലെ വെന്തു. നമ്മൾ അല്പം പോലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ. ആവശ്യമാർന്ന വെള്ളം കൂടി ഒഴിച്ചു. നമ്മൾ ബ്ലെൻഡറിൻ്റെ ജാറൊന്ന് റിൻസ് ചെയ്തതിന് ശേഷം അതുകൂടി ഒഴിച്ചു. അപ്പോൾ ഇനി ഇതിനകത്ത് കിടന്നിട്ട് ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം. കാര്യം ആ ചിക്കനും അരപ്പും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചേരണമല്ലോ. തീ ഒരു ലോയിൽ നിന്ന് മീഡിയത്തിലേക്കാക്കി കൊടുത്താൽ മതി. ഒരുപാട് വലിയ തീ വേണ്ട. ഞാനതൊന്നുകൂടെ അടച്ചു വയ്ക്കുക. ഇനി നമുക്കിതിന് കടുക് വറക്കണം. ഇടയ്ക്ക് തിളയ്ക്കുമ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിന് ഉപ്പും ഇതൊക്കെ മതിയൊന്ന് നോക്കുക. നല്ല മണം വരുന്നുണ്ട് വറുത്തരച്ച ചിക്കൻ കറി. നിങ്ങളൊന്ന് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ എണ്ണ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. കടുക് വറക്കാനായിട്ട് നമുക്ക് ഒരല്പം എണ്ണ ഒഴിക്കാം. പാൻ ചൂടാകുന്ന ഉടനെ കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇടാം. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഒരു നുള്ളു കായം, ഒരു നുള്ളു കറുവാപ്പട്ടപ്പൊടി, ഒരു വറ്റൽ മുളക് നമ്മൾ കടുക് വറുത്തും കൂടെ ഒഴിക്കാം. ചിക്കൻ വറുത്തരച്ച കറി റെഡിയാണ്. ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതൊരു ഭയങ്കര സപ്പോർട്ടാവും എനിക്ക്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.